കറുത്ത കാറിൽ കറുത്ത മാസ്കുമിട്ട് വളഞ്ഞു ചുറ്റിയ പോലീസ് നടുവിലൂടെ വീണ ടി എന്ന പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ മകൾ കൊച്ചിയിലെ ഇ.ഡി. ഓഫീസിലേക്ക് ഇന്നലെ എത്തുകയായിരുന്നു. കയ്യിൽ കരുതാവുന്ന രേഖകളെല്ലാം തന്നെ തൂത്തുവാരി പെറുക്കിക്കൊണ്ടായിരുന്നു ഇ.ഡി. ഓഫീസിന് മുന്നിലെത്തിയത്. ഇ.ഡി. ഓഫീസിൽ ആദ്യ അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിനു ശേഷം വീണ അകത്തേക്ക് കയറിയെങ്കിലും നീണ്ട 9 മണിക്കൂർ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടി വന്നു. അപ്പോഴും എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് UDF എന്ന ഭരണപക്ഷത്തിനെതിരെ പൊരുതേണ്ടി വരികയാണ് പിണറായി വിജയന്. 9 മണിക്കൂറൊക്കെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി കേസിൽ ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യാൻ ഇരിക്കുക എന്നത് ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒന്ന് തന്നെയാണ്. കേരള രാഷ്ട്രീയത്തെ ഒന്നടങ്കം പിടിച്ചുലച്ച മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിമുറുക്കുമ്പോൾ കാര്യങ്ങൾ ഇനി അത്ര എളുപ്പമാകില്ല എന്ന കൃത്യമായ സൂചനയാണ് കൊച്ചിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ആദ്യത്തെ സമൻസ് ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയെങ്കിലും രണ്ടാമത്തെ സമൻസിന് മുന്നിൽ വീണയ്ക്ക് ഇഡിക്ക് മുന്നിലേക്ക് ഹാജരാകേണ്ടി വന്നു. തുടർച്ചയായിട്ടുള്ള 9 മണിക്കൂറോളമാണ് ഇഡി ഉദ്യോഗസ്ഥർ വീണയെ ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി രാത്രിയോടെ അവർ പുറത്തേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയം കണ്ടത് പുതിയൊരു ചരിത്രമായിരുന്നു. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ മാസപ്പടിയായിട്ട് കോടികൾ കൈപ്പറ്റിയെന്ന ഗുരുതരമായ ആരോപണത്തിലാണ് കേന്ദ്ര ഏജൻസികളുടെ ഈ ശക്തമായ നീക്കം. മുൻപ് CMRL ഉദ്യോഗസ്ഥരെയും കർത്തായുടെ കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്ത ഇഡി കൃത്യമായ ഹോംവർക്ക് ചെയ്ത ശേഷം മാത്രമാണ് വീണയിലേക്ക് എത്തിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO കണ്ടെത്തിയ നിർണായക വിവരങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ മുഴുവൻ. ഇഡി ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എക്സാലോജിക് കമ്പനിയുടെ കരാർ പത്രങ്ങളും ബാങ്ക് ഇടപാട് രേഖകളും വീണ ഹാജരാക്കിയതായിട്ടാണ് വിവരം. സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഇൻപെഗ് എന്ന പ്രത്യേക സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് തങ്ങൾ CMRLന് നൽകിയത് എന്നാണ് വീണ ഇഡിക്ക് മുന്നിൽ നൽകിയ വിശദീകരണം. എന്നാൽ ഈ സേവനങ്ങൾ കൃത്യമായി നൽകിയിട്ടുണ്ടോ, ഏതൊക്കെ അക്കൗണ്ടിംഗ് പ്രശ്നങ്ങളാണ് പരിഹരിച്ചത് എന്നതിലൊന്നും വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. മാത്രമല്ല, ചോദ്യം ചെയ്യലിനോട് അനുബന്ധിച്ച വീണ സമർപ്പിച്ച മൊഴികളും രേഖകളും ഇഡി അതീവ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു വരികയാണ്. കഥ അവിടെയും തീരുന്നില്ല. മാസപ്പടി കേസിൽ ഇഡിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി എന്നതാണ്. കോടതി ഉത്തരവിലൂടെ SFIയുടെ പക്കൽ നിന്നും ലഭിക്കുന്ന 134-ലധികം വരുന്ന പ്രധാന രേഖകൾ കൂടി ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഈ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം വീണയുടെ മൊഴികളുമായി അവ ഒത്തുനോക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയമപരമായ നടപടിയിലേക്ക് ഇഡി കടക്കും എന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി വിജയനെ രാഷ്ട്രീയമായി പൂട്ടാൻ ഈ ആയുധം ശക്തമായി ഉപയോഗിക്കപ്പെടുമ്പോൾ വരും ദിവസങ്ങളിൽ വീണ ടി വീണ്ടും ഇഡിക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ, അതോ കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസികൾ നീങ്ങുമോ എന്നാണ് കേരളം തന്നെ ഉറ്റുനോക്കുന്നത്.